മഹാഗുരു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 101ാമത് മഹാസമാധി ആചരണത്തിന്റെ ഭാഗമായി കൊല്ലം പന്മന ആശ്രമത്തിൽ നടന്ന മഹാസമാധി സമ്മേളനം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. സമാജത്തെ നേർവഴിയിലേക്ക് നയിച്ച മഹാഗുരു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 101ാം മഹാസമാധി വാർഷികവും ആശ്രമ തീർത്ഥാടനവും വിപുലമായ രീതിയിലാണ് പന്മനയിൽ സംഘടിപ്പിച്ചത്. നിരവധി ആധ്യാത്മിക ആചാര്യന്മാർ ആശ്രമത്തിലേക്ക് എത്തിയിരുന്നു. ഇന്നു നടന്ന മഹാസമാധി സമ്മേളനം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സമൂഹ ജീവിതത്തിൽ സജീവമായിരുന്ന ചട്ടമ്പിസ്വാമികൾക്ക് നിരവധി പേരെ ധർമ്മത്തിന്റെ പ്രചാരകരാക്കാൻ സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രചാരകരാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗുരുസാന്നിധ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികളുടെ സമീപത്തെത്തിയിരുന്ന സമൂഹത്തിന്റെ നാനാതുറയിലുള്ള മനുഷ്യര് ഓരോ തരത്തിൽ സമൂഹത്തിന്റെ നേതൃത്വ പദവികളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നാട് മുഴുവൻ, സമാജം മുഴുവൻ ആദരിക്കുന്ന വ്യക്തികളായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമാജത്തിലെ ഓരോ ധാർമ്മികപരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഒരു സർവകാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും എല്ലാ പുല്ല്, പുഷ്പം, പ്രാണികൾ തുടങ്ങിയ എല്ലാ സർവ്വജനാചരങ്ങളോടും സമഭാവന പുലർത്തുന്നതിൻ്റെയും ഒക്കെ ദൃഷ്ടാന്തമായി ജീവിച്ചു പോരുമ്പോഴും തൻ്റെ കാലഘട്ടത്തിൽ ധർമ്മത്തിന് നേരെ വരുന്ന ചോദ്യങ്ങളെ അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശവും ആ മഹാഗുരു നൽകിയിട്ടുണ്ട്. സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. മഹാത്രിപുര സുന്ദരി ദേവി പ്രതിഷ്ഠയുടെ 29ാമത് വാർഷിക പൂജയും ഇതിനോടനുബന്ധിച്ച് നടന്നു. 26-ാം തീയതി ആശ്രമസ്ഥാപനമായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ 56ാമത് ചരമവാർഷിക ദിനാചരണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ശാസ്ത്ര സമ്മേളനവും യുവജന സമ്മേളനവും നടന്നു. നിരവധി പേരാണ് ഓരോ ദിനവും ആശ്രമത്തിലേക്ക് എത്തിയത്. ജനം, കൊല്ലം.